അനുമോൾക്ക് കപ്പ് കിട്ടിയത് ഞങ്ങൾ കാരണമാണ് എന്ന് ജനങ്ങൾ പറയണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണെന്ന് തോന്നുന്നു നമ്മുടെ സീസൺ 7-ലെ എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ റീ എൻട്രി നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ആഗ്രഹം ആരുടെയൊക്കെയോ മനസ്സിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മുൻഷിച്ചേട്ടൻ്റെ മനസ്സിൽ. മുൻഷിച്ചേട്ടൻ വന്ന് കയറിയപ്പോൾ തൊട്ട് അനുമോൾ അനീഷ് ഇവരെ മതി. ആദ്യം തന്നെ പുറത്തു പോയ ഒരാളാണ് നമ്മുടെ മുൻഷിച്ചേട്ടൻ. അന്ന് ഒരു മാങ്ങാണ്ടിയും ചെയ്തില്ല. ഇപ്പോൾ ഒരു റീ എൻട്രി കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആരെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ കാണും പുള്ളിയുടെ. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, എല്ലാവരും ഗാർഡൻ ഏരിയയിൽ പോയി ഇരിക്കൂ, മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടേ മക്കളെ എന്ന്. അപ്പോൾ എല്ലാവരും ഓടിത്തുള്ളി നമ്മുടെ പോയി ഇരിപ്പുണ്ട് ഗാർഡൻ ഏരിയയിൽ. അപ്പം അനുമോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഉടനെ മുൻഷിയുടെ ഒരു ഡയലോഗ്, അനുമോള് കപ്പെടുക്കാൻ പോയിരിക്കുകയായിരിക്കും, രണ്ട് പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞു. ഉടനെ ഷാനവാസ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. മുൻഷിയുടെ മോന്തയ്ക്ക് നോക്കിയൊന്നും അല്ല, കുറച്ച് പേരെ മാറിയാണ് ഇരിക്കുന്നത്. ഷാനവാസിക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഷാനവാസിക്ക് അത് മീൻ ചെയ്ത് പറഞ്ഞത്, ഇല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തണം, അതായത് ഞാൻ അനുമോൾ ഊട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അടിച്ചതായിരിക്കും. രണ്ട് രീതിയിലും എടുക്കണം. കാരണം ഷാനവാസ് ബൊട്ടലൊന്നും അല്ല, ഷാനവാസ് നല്ല ഒന്നാം തരം ഗെയിമറാണ്, മനസ്സിലായില്ലേ? ഷാനവാസ് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് ടാസ്ക് എന്നുള്ളത്, അതായത് മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് ബിഗ് ബോസ് നമ്മുടെ ബിൻസി കൊച്ചിനെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. അപ്പം ക്യാമറയുടെ ബിഗ് ബോസ് അല്ല പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും വായിക്കാൻ തോന്നുന്നു. എന്താണെങ്കിലും ബിൻസിമോളാണ്, RJ ആണല്ലോ. അപ്പോൾ ബിൻസിമോൾ വായിക്കുന്നുണ്ട്. സംഗതി വേറൊന്നുമല്ല, ക്യാമറയുടെ മുമ്പിൽ ചെയ്തു പോയതും പിന്നീട് അത് ചമ്മലായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം എന്താണ് എന്ന് എല്ലാവരും പറയുക. ഇതാണ് സംഭവം. മുമ്പിൽ ക്യാമറയുടെ ഫ്രണ്ട് ചെയ്തു പോയി, അത്രേ ഉള്ളൂ. അത് വാ കൊണ്ട് പറഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്റ്റോ എന്താണെങ്കിലും അത് പിന്നീട് ചമ്മൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം പറയാൻ പറയുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ സറിക വരുന്നുണ്ട്. സറിക കെ ബി വന്നിട്ട് രേണുവായിട്ടുള്ളൊരു വിഷയം ഉണ്ടല്ലോ, അതായത് അക്ബർ രേണുവിനെ ഒരു വാക്ക് വിളിച്ചു, അതിൻ്റെ പേരിൽ മറ്റേ മൂട്ടിൽ തീയിട്ട് പുകപ്പിച്ചു കൊടുത്തല്ലോ നമ്മുടെ ശാരിക ചേച്ചി. അപ്പോൾ അത് ആരും കാണത്തില്ല എന്നാണ് ശാരിക ചേച്ചി വിചാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടൻ അതൊന്നും എടുത്ത് ചോദിക്കത്തില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നം ചോദിക്കും, പക്ഷേ മൂട്ടിലിട്ട് ഞാൻ തീ കൊടുത്തത് ലാലേട്ടൻ ചോദിക്കും എന്ന് വിചാരിച്ചില്ല. അതെനിക്ക് ഭയങ്കര ചമ്മലായിപ്പോയി എന്നുള്ളൊരു കഥ നമ്മുടെ ശാരിക ചേച്ചി പറയുന്നുണ്ട്. ശാരിക ചേച്ചി കയറി വന്നിട്ട് വലിയ അങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, അധികം ക്യാമറ സ്പേസ് ഒന്നും ഇല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. പിന്നെ മുൻഷിച്ചേട്ടൻ ക്യാമറ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്, ഇതുപോലുള്ള ചൊറിച്ചിലും മാന്തലും ഒക്കെ നടത്തിയിട്ട്. ആദ്യമേ തന്നെ ഇറങ്ങിപ്പോയ മനുഷ്യൻ എന്ന രീതിയിൽ വലിയ നെഗറ്റീവ് ഒന്നും ഉണ്ടാക്കാതെയാണ് മുൻഷിച്ചേട്ടൻ ഇറങ്ങിപ്പോയത്. പക്ഷേ ഇപ്പോൾ ഈ റീ എൻട്രി നടത്തി ഈ ചൊറിച്ചിൽ, അതും വൃത്തികെട്ട ചൊറിച്ചിൽ, കയറി വന്ന് മറ്റേ അനീഷിനെ ചൊറിഞ്ഞു, അനീഷ് തിരിച്ചൊരു കൊട്ടു കൊടുത്തു. ചേട്ടാ മൂന്നാമത് ഒരുത്തം വന്ന് ഇവിടെ അത് പൊക്കണ്ട, അത് കഴിഞ്ഞ കാര്യം. അനുമോളുടെ കേസ് അത് അവിടെ വെച്ച് നാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അനുമോളുടെ പുറകെയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി പുള്ളി ഇനി തിരിച്ചിറങ്ങുമ്പോൾ എന്തോരം നെഗറ്റീവ് പുള്ളിക്ക് ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഗെയിമൊക്കെ ഓക്കെ, പുള്ളി പുറത്തായ ഒരാളാണ്. ഇനിയും പുള്ളിക്ക് അതിനകത്ത് കയറിയിട്ട് ഗെയിം കളിക്കേണ്ട, ഒരു ഗെയിം ചേഞ്ചർ ആവാൻ നിൽക്കേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഓളം ഉണ്ടാക്കാൻ കാണിക്കുന്നതായിരിക്കും. പക്ഷേ പുള്ളിക്ക് അത് പണി കിട്ടാതിരിക്കട്ടെ, അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പം ശാരിക ഇത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ മുൻഷിച്ചേട്ടനാണ് വരുന്നത്. മുൻഷിച്ചേട്ടൻ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ആദ്യമേ തന്നെ പോകുന്നല്ലോ, മുൻഷിച്ചേട്ടൻ അത് തന്നെയാണ് പറയുന്നത്. ക്യാമറയിൽ ഒളിച്ച് പറയാനും മാത്രം എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ ഞാനങ്ങ് പുറത്ത് പോകുന്നല്ലോ. അപ്പോൾ മുൻഷി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അനുമോളും ശാരിക അവിടെ ഇരുന്ന് കുശുകുശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുള്ളിക്ക് അങ്ങോട്ട് അങ്ങ് കലിപ്പായി. പുള്ളി പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണ് തെറിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ പുള്ളിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവരിരുന്ന് സംസാരിക്കുന്നത്. പുള്ളി അപ്പം സംസാരം അങ്ങ് നിർത്തി, എന്നിട്ട് തിരിച്ചങ്ങ് പോയിരുന്നു. പ്രത്യേകിച്ച് പുള്ളിക്ക് തുടക്കത്തിൽ പറഞ്ഞ കണക്കൊന്നും പറയാനില്ലടേ, അത് തന്നെ മെയിൻ കാര്യം. പിന്നെ അവരിന്ന് സംസാരിക്കുന്ന കണ്ടപ്പം അത് പറഞ്ഞ് പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയി. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അനുമോൾ വരുന്നുണ്ട്. അനുമോൾ അപ്പം പറയാൻ പോയത് ബിഗ് ബോസ് കൊടുത്ത ആ ഒരു ടാസ്ക്, അതായത് ക്യാമറയുടെ മുമ്പിൽ ചെയ്തു പോയി, പിന്നെ ചമ്മിലായിട്ട് തോന്നിയ സാധനം അത് പറയേണ്ടവർക്ക് വരെ വേറെ എന്തൊക്കെയോ അനുമോൾ പറയാൻ നിന്നു. എല്ലാവരും കൂടെ എടുത്ത് വാരി അനുമോൾ അങ്ങ് മാറിപ്പോയി. അതിനുശേഷം നമ്മുടെ ഷാനവാസിക്കയാണ് വരുന്നത്. പ്രത്യേകിച്ച് അനുമോളൊന്നും പറഞ്ഞില്ല കേട്ടോ. അതിനുശേഷം അവസാനം വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട്, പറയാതെ ഷാനവാസിക്ക, അനുമോൾ മാറിയതിന് ശേഷം ഷാനവാസിക്ക വരുന്നു. ഷാനവാസിക്ക പറയുന്നത് നമ്മുടെ നെവിനുമായിട്ട് എന്തോ വഴക്കുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ടോയ്ലറ്റിൽ ഷാനവാസിക്ക ജയിലിൽ നിന്നാണ് പോയത്. ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ ആ ഡ്രസ്സ് കുറച്ച് ലൂസായിരുന്നു. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിയുടെ പാൻറ് അങ്ങ് ഊരിപ്പോയി. ആ സമയത്ത് നെവിൻ നടന്നു വരുന്നുണ്ടായിരുന്നു. അത് ഒരു ചമ്മലായിട്ട് പുള്ളിക്ക് തോന്നി എന്നുള്ളൊരു കാര്യം പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഇത് പറഞ്ഞ ഉടനെ അപ്പുറം ഇരുന്ന് വീണ്ടും നമ്മുടെ മുൻഷി, ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണത് പിന്നെ ചമ്മലായിട്ട് തോന്നിയ അതാണ് പറയേണ്ടത്, അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തുടങ്ങിയപ്പോഴേ എല്ലാവരും കൂടെ പുള്ളി എടുത്തങ്ങ് വാരി, പിന്നെ പുള്ളി വായങ്ങ് അടച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരും വാരി അതവിടെ തീർന്നെന്നാണ് വിചാരിച്ചത്. അല്ല, അടുത്ത നെവിൻ അങ്ങോട്ട് വന്നിട്ട് നേരെ മുൻഷിക്കിട്ട് വന്ന നേരം തൊട്ട് ചൊറിച്ചിലാണ്.
എൻ്റെ പൊന്നു ചേട്ടാ, ഈ ചൊറിച്ചിലിൻ്റെ പകുതി നിങ്ങൾ ആദ്യമേ കാണിച്ചായിരുന്നെങ്കിൽ ഈ 10-95 ദിവസം നിങ്ങൾ ഇവിടെ കണ്ടേനെ എന്നുള്ളൊരു സാധനം നെവിൻ അങ്ങോട്ട് പറഞ്ഞപ്പം സത്യം പറഞ്ഞ മുഞ്ചിച്ചേട്ടൻ്റെ വായ അങ്ങ് അടഞ്ഞുപോയി. സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആദ്യം എന്തെങ്കിലുമൊക്കെ ആ പുള്ളി വായനയ്ക്ക് എന്തെങ്കിലും മിണ്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ കൂടെയൊക്കെ നിന്ന് പോയേനെ. ഒരക്ഷരം ഒന്നും പുള്ളി കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം കയറി വന്നിട്ട് ചൊറിച്ചിൽ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് ആ ഒരു ദേഷ്യം എനിക്ക് തോന്നുന്നു. പുള്ളി ഇറങ്ങിയതിന് ശേഷം 1-2 ഇൻ്റർവ്യൂ എവിടെയൊക്കെ പുള്ളിയുടെ ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി. അപ്പോൾ അതിൻ്റെ സങ്കടം തിരിച്ചു കയറി വന്നിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അന്നൊന്നും ചെയ്തില്ല, അത് കഴിഞ്ഞു പോയി. ഇനിയും വന്നിട്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കൂടുതൽ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പ്രിയപ്പെട്ടവരെ പറയണം. പിന്നെ നമ്മുടെ ഹൈപ്പ് വീഡിയോ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യുക, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ നിങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മൊത്തത്തിൽ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കി നമുക്ക് പറയാം. നെവിൻ എന്നിട്ട് പറയുന്നത് നമ്മുടെ ആര്യൻ്റെ ബാൻഡ് ആദ്യമേ അടിച്ചു മാറ്റിയല്ലോ, എന്നിട്ട് പൊക്കിയല്ലോ. അപ്പോൾ അത് പുള്ളിക്കൊരു ചമ്മലുണ്ടായെന്ന് പുള്ളി പറയുന്നുണ്ട്. പിന്നെ അനീഷേട്ടനാണ് വരുന്നത്. അനീഷേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ആകെ പിടികിട്ടിയ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഷാനവാസുമായിട്ട് നമ്മുടെ ആ മഞ്ഞ കുഷ്യനിലിരുന്ന് കഥ പറയുന്നുണ്ടല്ലോ. അപ്പം ഇവർ കുറേ നേരം ഇരുന്ന് അനീഷേട്ടൻ ഇങ്ങനെ മറന്ന് ചിരിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ക്യാമറ ഇതെല്ലാം നല്ല ഫോക്കസ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ചമ്മൽ വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ അനീഷേട്ടൻ പറയുന്നത്. പിന്നെ ശൈത്യ വരുന്നുണ്ട്. ആദ്യമായി ശൈത്യ ഇവിടെ ഉറങ്ങിപ്പോയത് ഇതാ ആ ശൈത്യയാണ്. അപ്പോൾ അന്ന് ബിഗ് ബോസ് പേര് വിളിച്ചപ്പം എനിക്കെന്തോ ചമ്മലായി. ഇതാണ് ശൈത്യ പറയുന്നുണ്ട്. പിന്നെ ആരായിരുന്നു വരുന്നത്? പിന്നെ നമ്മുടെ സരിക വരുന്നുണ്ട്. സരിക വന്നിട്ട് എന്തോ കഥയൊക്കെ പറയുന്നുണ്ട്. എന്തോ ഞാനത് ശ്രദ്ധിച്ചില്ല, പോയി. അപ്പോൾ അതിന് ശേഷം അക്ബർ വരുന്നുണ്ട്. അക്ബർ പറയുന്നത് വീട്ടുകാർ വന്ന സമയത്ത് ഷാനവാസിൻ്റെ വൈഫിൻ്റെ ചുറ്റും കറങ്ങി നടന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അറിയാനൊരു വെമ്പലുണ്ടായിരുന്നു പുറത്ത് എന്താണ് അവസ്ഥ, അതിങ്ങനെ ചോദിച്ചത്. അതുപോലെ തന്നെ ഉണീലിൻ്റെ അമ്മയോട് നൈസായിട്ട് ചോദിക്കാൻ നിന്നു. ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ബിഗ് ബോസ് വിളിച്ചു, പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ്. അതൊക്കെ എനിക്കൊരു ചമ്മലാണ് എന്നുള്ള കാര്യം പുള്ളി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോൾ ചാടിക്കയറി വരുന്നുണ്ട്. അനുമോൾ പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, മറ്റേ കോഴിയൊക്കെ എടുത്ത് മാറ്റി വെച്ചത്. അപ്പം അത് ഒരു പ്രാവശ്യം കോഴി എടുത്ത് മാറ്റി വെച്ചപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, കോഴിയെ എടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്കല്ല നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ചെല്ലൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതൊക്കെ ഒരു ചമ്മലായിട്ട് തോന്നിയെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മുടെ അനീഷേട്ടൻ്റെ പ്രൊപ്പോസൽ ആ കാര്യം എടുത്തിടുന്നുണ്ട്. അനീഷേട്ടൻ്റെ പ്രൊപ്പോസൽ സമയത്ത് എനിക്ക് ഇച്ചിരി ചിരി വന്നു എന്തോ എനിക്കതൊരു ചമ്മലായിട്ട് തോന്നി, ചമ്മി ഞാൻ ചിരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, നിനക്ക് പ്രൊപ്പോസൽ വരുമ്പോഴത്തേക്ക് ചമ്മലാണല്ലേ തോന്നുന്നത് എന്നൊക്കെ അവിടെ നിന്ന് ആരോ ചോദിക്കുന്നുണ്ട്. എനിക്ക് ശൈത്യയാണോ ബിൻസിയാണോ ആരോ ചോദിക്കുന്നുണ്ട്. ആര് ചോദിച്ചാലും ഓരോരുത്തർക്ക് ഓരോ ഇമോഷൻസ് ആയിരിക്കും. ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പം ചിലർ ബ്ലഷ് ചെയ്യും, ചിലർക്ക് ചിലപ്പം ദേഷ്യം വരും, ചിലർക്ക് അയ്യേ ആ ഒരു സാധനം, കാരണം അത്രയും ക്യാമറയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ചിലപ്പോൾ ചമ്മൽ വന്നേക്കാം. ഇങ്ങനെയുള്ള പല ഇമോഷൻസും വരും. ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ആണ്. അതിന് ഇത്ര വലിയ ചൊര വരേണ്ട കാര്യം ഇല്ല ആർക്കാണെങ്കിലും. അവിടെ എനിക്കൊന്ന് ബിൻസിയോ ശൈത്യോ കണ്ടാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആരായിരുന്നു അപ്പാനി വരുന്നുണ്ട്. ഇതാണ് രാവിലെ ഇപ്പോൾ ഇതുവരെ നടന്നിരിക്കുന്നത്. മുൻഷിയുടെ ചൊറിച്ചിൽ, മുൻഷിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഒന്നും ഒരു ഓളം ഉണ്ടാക്കാതെ പോയ ഒരാളാണല്ലോ. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓളം ഉണ്ടാക്കിയ ഒരു സാധനം വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളി കഷ്ടപ്പെട്ട് കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനുള്ള തിരിച്ചടി പുള്ളിക്ക് ഖനയെന്നും പറഞ്ഞ് എല്ലാവരുടെയും നിന്നും കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചൊറിയാതിരിക്കുന്നതല്ല, ചൊറിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ സൈഡിൽ നിൽക്കണം. നമ്മൾ പറയുന്നതിനകത്തുനിന്ന് നമുക്കൊരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വരണം. നെഗറ്റിവിറ്റി ആണെങ്കിലും വരട്ടെ. പക്ഷെ പുള്ളിക്ക് അതല്ല വരുന്നത്. പുള്ളിയുടെ വായടഞ്ഞു പോവുക. പിടികിട്ടിയില്ലേ? ഒരു ഒരു ജോക്കറായി മാറുക പുള്ളി എല്ലാവരുടെയും ഫ്രണ്ടിൽ, ജനങ്ങളുടെ ഉൾപ്പെടെ. അത് പുള്ളിയെ നല്ല രീതിയിൽ ബാധിക്കും. ആദ്യമൊന്നും ഒരു പ്രശ്നമില്ലാതെ ഇറങ്ങിപ്പോയ ഒരാളാണ്. പക്ഷേ ഇത് പുള്ളിയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഈ ഒരു കാര്യമില്ലാത്ത ചൊറിച്ചിലും കാര്യങ്ങളും. പിന്നെ നമ്മുടെ കട്ടപ്പ ശൈത്യ ഇന്നലെ തന്നെ തീർന്നു. ഇന്നലെ വന്ന് കയറിയപ്പോൾ തന്നെ ശൈത്യയ്ക്ക് പറയാനുള്ളതും പറഞ്ഞങ്ങോട്ട് തീർത്തു. ഇനി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആ കൊച്ചു പുറത്തിറങ്ങുമ്പോൾ അനുഭവിക്കേണ്ട വരുമോ? വേണ്ട. അതിൻ്റെ ഒന്നും പുറകെ പോയി ചൊറിയേണ്ട. ഇതൊരു ഷോ ആണല്ലോ, അത് കഴിഞ്ഞെന്നുള്ള രീതിയിൽ എല്ലാവരും വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എനിക്കറിയത്തില്ല എന്തോരം ഇനിയാൻ തോന്നുന്നു ആ കൊച്ചിന് സൈബർ അറ്റാക്ക് വരാൻ പോകുന്നത്. കാരണം അത് കയറി കാണിച്ച് കൂട്ടിയത്, ഇന്നലെ വിളിച്ചു പറഞ്ഞത്, എല്ലാത്തിൻ്റെ അവസാനം അതിൻ്റെ പെടലേക്ക് തന്നെ എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നു. അനുമോള് തന്നെ പറഞ്ഞു, അവൾ പറഞ്ഞ ഏതോ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല അവക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ശൈത്യ തീർന്നു. പിടികിട്ടിയില്ലേ? എന്തിനാണ് ആ ഒരു അവസരത്തിലേക്കൊക്കെ ആ ഒരു സന്ദർഭത്തിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത് ശൈത്യ തന്നെയാണ്. പിന്നെ ശൈത്യയുടെ സോപ്പിടിയിലും എല്ലാവർക്കും ഷർട്ട്, മാമന്മാരാണല്ലോ എല്ലാവരും, കുറച്ച് ഓവറല്ലേ, കുറച്ച് ഓവറായി എനിക്ക് തെറിഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ്. ഞാൻ ബാക്കി പോയെന്ന് നോക്കട്ടെ ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. കൊട്ടി കലാശമാണോ? എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ആരൊക്കെ തിരിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രേണു ചേച്ചി ഒന്നും വന്നിട്ടില്ല. രേണു ചേച്ചിയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്.
പിന്നെ ആരൊക്കെയോ വരുന്നുണ്ട് ഇന്ന്. ഇപ്പോൾ ഈ ബാക്കിയുള്ള ആളുകൾ ഇനി പുറത്തേക്ക് ഇറങ്ങുമോ എന്ന് നമുക്കറിയത്തില്ല. ഇറങ്ങും. ജിസയിലും ആര്യനും ഒക്കെ എന്നായിരിക്കും വരുന്നത് അറിയത്തില്ല. വരട്ടെ, എല്ലാവരും വരട്ടെ, ആഘോഷിക്കട്ടെ അവസാന ദിവസങ്ങൾ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കയറി വന്ന അനുമോളുടെ മന്ദിരത്തോട്ട് മാത്രം കയറാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ് അനുമോള് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പുള്ളി ഒരു ഗെയിമറാണ്. പുള്ളിയും കൂടി ഒന്ന് പരിഗണിക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു ഗെയിമറിന് കിട്ടട്ടെ, നല്ല ഗെയിമറിന് കിട്ടട്ടെ. പക്ഷേ ഇത് അനുമോളെ ജയിപ്പിച്ചേ ഞങ്ങൾ പോകത്തുള്ളെന്നും പറഞ്ഞാണ് ഇവിടുന്ന് പുറത്തുനിന്ന് കുറ്റിയും പറിച്ച് എല്ലാവരും അങ്ങോട്ട് ചെന്നേക്കുന്നത്. ഈ ശൈത്യയ്ക്ക് തീരെ ബോധമില്ലേ? എനിക്കറിയാൻ പാടില്ല. പുറത്തിറങ്ങിയിട്ട് എന്താണെങ്കിലും അത് കോംപ്രമൈസ് ചെയ്തൊരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ തീർന്നേനെ. ഇത് അവിടെ കയറി ചെന്ന് ഈ പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് അനുമോൾക്ക് റീച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധമൊന്നും ശൈത്യയ്ക്കില്ലേ? എനിക്കറിയാൻ പാടില്ല. ഈ പി ആറിൻ്റെ കേസ്, ശൈത്യയും പി ആർ കൊടുത്തിട്ടാണ് ശൈത്യയുടെ അച്ഛൻ നല്ല രീതിയിൽ കാശറിഞ്ഞിട്ടുണ്ടെന്ന് ശൈത്യയുടെ വായിൽ തന്നെ വീണു. ഇതൊക്കെ അത്ര നല്ല കാര്യമായിട്ടാണോ? ശൈത്യ പറ്റിച്ചു, അവരെ നല്ല രീതിയിൽ പറ്റിച്ചു. അത് ആരാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ആരാണെങ്കിലും നല്ല താങ്ങ് കിട്ടി. പക്ഷെ ആ പോയത് പി ആറൊക്കെ കൊടുത്തിട്ട് അവിടെ പോയിട്ട് അനുമോളുടെ പി ആർ മറ്റത് അനുമോൾ 16 കൊടുത്തിട്ടുണ്ട്, 15 കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നു രാവിലെ. ഏതോ ശൈത്യ പുറത്തിറങ്ങിയിട്ട് ഏതോ ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ, എനിക്കറിയത്തില്ല അനുമോളുടെ പി ആറിൻ്റെ എത്ര രൂപ അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. എന്താണ് ഫ്ലാഷ് ബാക്ക് ആണോ ഇപ്പോൾ ഈ അടുത്ത് എന്തോ ഒരു സാധനം ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ പറയുന്നു 15 ലക്ഷം, 15 ലക്ഷം രൂപ അവൾ കൊടുത്തിട്ടുണ്ട്. തീർന്നു മോളെ, നീ തന്നെയാണ് നാട്ടുകാരുടെ ഫ്രണ്ടിൽ പോയി എക്സ്പോസ്ഡ് ആവുന്നത്, അല്ലാതെ നാട്ടുകാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ കാട്ടായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ റീച്ചൊക്കെ കിട്ടും, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കരേണ്ടിയും വരും. അത്രേ ഉള്ളൂ. പിടികിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഈ ഷോ കൊണ്ട് അതാണല്ലോ എപ്പോഴും സംഭവിക്കാറുള്ളത്. അത് മോക്കും കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ കൂടുതൽ നിന്ന് പുഴുങ്ങാൻ നിൽക്കാതിരിക്കുക. പുഴുങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് തന്നെ പണിയാവും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.